ഡ്രേക്ക് പാസേജ് അല്ലേ? അത് കാണുന്നത് നമുക്ക് തന്നെ വളരെയധികം. അത് ഞാൻ കാണിച്ചത് കുറവാ. അത് തന്നെ ഒരു ഭീകരാവസ്ഥ ഉണ്ടെങ്കിൽ അതിനേക്കാളും വലുതായിരുന്നു സാധാരണ. കാരണം അത് ഫസ്റ്റ് ഡേ മൊത്തം ഞാൻ കിളി പോയിട്ട് വാളൊക്കെ വെച്ച് റൂമിൽ കിടപ്പായിരുന്നു. എണീക്കാൻ പറ്റില്ല ഒരു ഡേ മൊത്തം, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. പക്ഷെ ആ സമയത്ത് വീഡിയോ എടുത്തെങ്കിൽ ഇതിലും ഭീകരമായിട്ടുള്ള വീഡിയോ ഒക്കെ കിട്ടിയാണ്. ഞാൻ പേടിയുണ്ടായിരുന്നില്ലേ? പേടിയായിരുന്നില്ലേ? പേടിയായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ ഈ ആട്ടമാണ് നമുക്ക് അത് തലവേദന എടുത്തിട്ട് ഭയങ്കര പ്രശ്നമായിരിക്കും. എന്നുവെച്ചാൽ സീരിയസ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴൊക്കെ ഓരോ പരസ്യങ്ങളൊക്കെ കാണും പത്രത്തിൽ. 3 ലക്ഷം രൂപ സാലറി, നേവിയിൽ പോകണം നേവി കപ്പലിലൊക്കെ പണിക്ക് പോകണം എന്നുള്ളത്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഇത്ര അപകടകരമായുള്ളൊരു കാര്യമാണ്. ഞാൻ ഈ സുനാമിയൊക്കെ വന്നെ കണ്ടിട്ടുള്ളൂ. അത് നേരിട്ടല്ല കേട്ടോ, ആദ്യമായിട്ട് ഈ ജപ്പാനിലൊക്കെ സുനാമി. പിന്നെ നമ്മളെ നെറ്റിൽ അടിച്ചു കൊടുത്തു നോക്കിയ, അല്ല യൂട്യൂബിലൊക്കെ അടിച്ചു കൊടുത്ത കന്യാകുമാരി സുനാമിയൊക്കെ വന്നെ. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭീകര അന്തരീക്ഷം. അത് കരയിലിരുന്ന് കാണുമ്പോൾ, സുനാമി അടിക്കണത് നമ്മൾ മൊബൈലിൽ കാണുമ്പോൾ അത്ര ഭീകരാവസ്ഥ. അപ്പോൾ അവിടെ പോയി ഈ കപ്പലിലൊക്കെ നേരിട്ട് ഇരുമ്പോൾ ഇത്രയും കൂട്ടം തിരമാലകളൊക്കെ ഇങ്ങനെ വരുമ്പോഴും നമ്മളെ നെഞ്ച് കടന്നിട്ടിരിക്കും. ചിലപ്പോൾ കപ്പലിലൊക്കെ ചില റീലുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ആളുകളുടെ വ്യക്തിത്വം. അതിനകത്ത് കണ്ട് ആളുകൾ ഇവിടെ നിൽക്കുമ്പോൾ, ആ കപ്പലിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ തിരമാലയൊക്കെ കപ്പലിലേക്ക് ചാടുന്നത്, അതൊക്കെ വളരെ ഭീകരമായിട്ടൊരു അന്തരീക്ഷം തന്നെ. ചിലപ്പോൾ തിരിച്ച് ചെല്ലുമെന്നൊരു ഉറപ്പില്ല. മരണത്തോട് മല്ലിടിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഇവർ. കണ്ടിട്ട് തന്നെ പേടിയാവും. അപ്പം എങ്ങനെയായിരിക്കും ഈ ഓരോ കോഴ്സൊക്കെ പഠിച്ച് ഇവരൊക്കെ ചെയ്യണേ? അതിൻ്റെ പിന്നിലും കുറേ കഥകളൊക്കെ പറയുന്നുണ്ട്. വേറെ ഏതോ ഒരു പുള്ളി വന്നിട്ട് ഇതുപോലെ പറഞ്ഞു, അത് ഭയങ്കര കഷ്ടപ്പാടാണ്, നിങ്ങൾ ശരിക്കും ആലോചിച്ചിട്ടൊക്കെ ഈ പണിക്ക് പോകാൻ. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചേട്ടൻ ഇതുപോലെ പോയിട്ട് ഈ കടലിലൊക്കെ പോയിട്ട് മീനും രീതിയും തിന്ന് അവിടുത്തെ ഭക്ഷണം പിടിച്ചിട്ടില്ലാതെ ആ ചേട്ടന് ജോലി രാജിവെച്ച് പോരേണ്ടി വന്നു. അപ്പോൾ അതൊക്കെ കാണുന്ന പോലെയല്ല. ചിലപ്പോൾ വലിയ സാലറിയും കിട്ടും, നല്ല സാലറിയൊക്കെ കിട്ടും, നല്ല ലൈഫാണ്. കപ്പലിലൊക്കെ കിടക്കാമെന്ന് വെച്ച് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിളി പോവും. അത് ഇയാളുടെ അനുഭവത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം.